ഉണ്ണി ഉറങ്ങല്ലേ, സൗണ്ട് ഇടണ്ടാട്ടോ. ലക്ഷ്മി അമ്മ, ഉണ്ണിക്കുട്ടി എന്താ എപ്പോഴും ഉറങ്ങിയിട്ടേ ഇരിക്കുന്നത്? അത് കുഞ്ഞു ഭാവിയല്ലടാ, അത് എപ്പോഴും ഇങ്ങനെ ഉറങ്ങിയിട്ടേ തന്നെ ഇരിക്കും. അപ്പോ എല്ലാവരും പറഞ്ഞു എനിക്ക് കുഞ്ഞനിയൻ വന്ന എപ്പോഴും എന്റെ കൂടെ കളിക്കുന്നു, പക്ഷെ എന്താ കളിക്കാണ്ട് ഉറങ്ങുന്നത്? അയ്യോ അബിക്കുട്ടി, അത് ഇനിയും കുഞ്ഞുണ്ണി കളിക്കാനായിട്ടില്ല. ഇപ്പോഴല്ലേ കുഞ്ഞുണ്ണി വീട്ടിലേക്ക് വന്നത്. ഇനി കുറച്ചുകൂടി കഴിയുമ്പോ തന്നെ അബിക്കുട്ടിന്റെ കൂടെ കളിക്കുള്ളൂ. അതുവരെ കുറച്ച് ദിവസം ഇങ്ങനെ ഉറങ്ങിയിട്ടൊക്കെ തന്നെ ഇരിക്കുള്ളൂ. നിനക്ക് കളിക്കാൻ ആരുമില്ലെങ്കിൽ അവിടെ ചുക്കിയ ടിങ്കു ഇല്ലേ, അവരുടെ കൂടെ കളിക്ക്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുണ്ണി വലുതായിട്ട് നിന്റെ കൂടെ കളിക്കാൻ വരും. അതുവരെ പാവം ഉറങ്ങിക്കോട്ടെ. നീ വാ, നമുക്ക് അപ്പുറത്ത് പോകാം. ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ശരി ഇരുന്നോ, പക്ഷെ ഉണ്ണിക്കുട്ടി ഉറങ്ങയില്ലേ, സൗണ്ട് ഇടാൻ പറ്റില്ല കേട്ടോ. ഇല്ല ലക്ഷ്മി അമ്മ, ഞാൻ സൗണ്ട് ഇടാണ്ട് മിണ്ടാതെ ഇരുന്നോളാം. ശരി അബിക്കുട്ടി, നിന്റെ അമ്മ കുളിക്കുകയാണേ. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. നീ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാലേ പിന്നെ കുട്ടി കരയും. അതുകൊണ്ട് നീ മിണ്ടാതെ ഇരുന്നോ, ഞാൻ പണി കഴിഞ്ഞിട്ട് വരാം. ഇല്ല ലക്ഷ്മി അമ്മ, ഞാൻ ഒന്നും ചെയ്യില്ല, നീ പൊക്കോ. ശരി എന്നാ, ശരി മിണ്ടാതെ ഇരുന്നോ. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? വാ, നമുക്ക് പുറത്തു പോയി കളിക്കാം. ഇല്ല ചുക്കി ചേച്ചി, അമ്മ പുറത്തു പോയി കളിക്കാൻ പാടില്ല പറഞ്ഞു. അതെന്താ അമ്മ പുറത്തു പോയി കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? പുറത്തു പോയി കളിക്കാൻ എന്റെ അമ്മ ഒന്നും പറയില്ല. ഞാൻ പുറത്തു പോയി മണ്ണിൽ അപ്പം ഉണ്ടാക്കി കളിക്കാൻ പോകാന്. നീ വരുന്നുണ്ടോ? അല്ല, അമ്മ പറഞ്ഞു വീട്ടില് ഉണ്ണിക്കുട്ടി ഉള്ളതല്ലേ, അതുകൊണ്ട് മണ്ണിൽ കളിക്കാൻ പറ്റില്ല പറഞ്ഞു. മണ്ണിൽ കളിച്ചിട്ട് ബെഡിൽ കയറിയാ ഉണ്ണിക്കുട്ടിക്ക് വാവ് വരുവത്രേ. അതുകൊണ്ട് പുറത്ത് പോയി മണ്ണിൽ കളിച്ച അമ്മ തല്ലും. അതെയോ, ശരി വിട്, നമുക്ക് പുറത്ത് പോയി കളിക്കണ്ട. നമുക്ക് വീടിനുള്ളിൽ തന്നെ എന്തെങ്കിലും കളിക്കാം. വീട്ടിന്റെ ഉള്ളിൽ എന്താ കളിക്കുക? നീ വാ, നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കളിക്കാം. നിന്റെ കുഞ്ഞു കുഞ്ഞു കിച്ചൺ സെറ്റ് ഇല്ലേ, അത് വെച്ച് നമുക്ക് ചോറ്, മമ്മ്, കറി, ഉപ്പേരി എല്ലാം ഉണ്ടാക്കി കളിക്കാം. വാ. വേണ്ട, എനിക്ക് കളി ഇഷ്ടമല്ല. എനിക്ക് എന്റെ കുഞ്ഞുണ്ണിന്റെ കൂടെ തന്നെ കളിക്കണം. ഇവന്റെ കൂടെയോ? ഇവന്റെ കൂടെ എന്താ കളിക്കുക? ഇവ എപ്പോ നോക്കിയാലും ഇങ്ങനെ ഉറങ്ങിയിട്ടേ ഇരിക്കുകയല്ലേ. ഇവന്റെ കൂടെ നമുക്ക് എന്താ കളിക്കാൻ പറ്റുക? അതെ, ഉണ്ണൂട്ടിന്റെ കൂടെ കളിക്കാൻ വിചാരിച്ചാ ഇവ എപ്പോഴും ഉറങ്ങിയിട്ടേ ഇരിക്കുന്നു. എന്താ കളിക്കുക? അബിക്കുട്ടി, എനിക്കൊരു നല്ല ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താ? അതെ, ഇവൻ എപ്പോഴും ഇങ്ങനെ ഉറങ്ങിയിട്ടേ ഇരിക്കുകയല്ലേ. എന്തായാലും ഇവൻ കണ്ണു തുറന്ന് നമ്മുടെ കൂടെ കളിക്കാനൊന്നും വരില്ല. എന്നാലും ഇവ ഉറങ്ങിയാലും കുഴപ്പമില്ല, നമുക്ക് ഇവനെ വെച്ച് കളിക്കാം. ഉണ്ണൂട്ടി ഉറങ്ങുമ്പോ നമുക്ക് ഉണ്ണൂട്ടിയുടെ കൂടെ എന്ത് കളിയാ കളിക്കാൻ പറ്റുക? അതവ ഉറങ്ങില്ലേ, എന്തായാലും കണ്ണു തുറക്കില്ല. നമുക്ക് നമ്മുടെ മേക്കപ്പ് സെറ്റ് ഒക്കെ കൊണ്ടുവന്ന് അവന് പൊട്ട് മയ്യൊക്കെ വെച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നമുക്ക് മേക്കപ്പ് ഇട്ട് കളിക്കാം. സൂപ്പറാ ചുക്കി ചേച്ചി, നമുക്ക് കുഞ്ഞുണ്ണിക്ക് മേക്കപ്പ് ഇടാം. ജോളി. നിക്കട്ടോ, ഞാൻ പോയി മേക്കപ്പ് സെറ്റ് കൊണ്ടുവരാം. അബിക്കുട്ടി, നമുക്ക് കുഞ്ഞുണ്ണിക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കാമോ? ശരി ചുക്കി ചേച്ചി, ഞാൻ ലിപ്സ്റ്റിക് ഇടാം. നിക്ക്, ഞാൻ ആദ്യം പൊട്ടുപോയൊക്കെ വെച്ച് കൊടുക്കട്ടെ, എന്നിട്ട് നീ ലിപ്സ്റ്റിക് ഇട് കേട്ടോ. ശരി. ആദ്യം നെറ്റിയിലും കവളിലും പൊട്ട് വയ്ക്കണം. ഹായ് അബിക്കുട്ടി, ഇത് കണ്ടോ? കുഞ്ഞുണ്ണിക്ക് പൊട്ടുമൊക്കെ വെച്ചപ്പോ എത്ര ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ. അതേ ചുക്കി ചേച്ചി, എന്റെ കുഞ്ഞുണ്ണി പൊട്ടുമൊക്കെ വെച്ചപ്പോ കാണാൻ നല്ല ചന്തമുണ്ട്. ശരി, ഞാനിപ്പോ ലിപ്സ്റ്റിക് ഇട്ട് നോക്കട്ടെ. ശരി ഇട്ടോ, പക്ഷേ കുഞ്ഞു ഭാവിയല്ലേ, ഒരുപാട് ഇരുണ്ടട്ടോ, കുറച്ചിട്ടാ മതി. ശരി, ഞാൻ കുറച്ചിട്ട് കൊക്കാം. എന്റെ കുഞ്ഞു
ആ ചുക്കി അബി, രണ്ടുപേരും ഇവിടെ തന്നെ മിണ്ടാതെ ഇരുന്ന് കളിക്കുവാണോ? അയ്യോ അമ്മേ, അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താടി, എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലേ? എനിക്കിവിടെ അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞു. അപ്പൊ കുട്ടീൻ്റെ അടുത്ത് ഇരിക്കാന്നും പറഞ്ഞ് ഞാൻ വന്നു. അയ്യോ അമ്മ വേണ്ടമ്മ, ഉണ്ണൂട്ടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കിക്കോളാം. അമ്മ അവിടെ പോയി വേറെ എന്തെങ്കിലും പണി നോക്ക് പോ. എടി, നിനക്കെന്ത് പ്രാന്താണോ? അവിടെ എല്ലാ പണിയും കഴിഞ്ഞു. ഞാൻ പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. കുട്ടീനെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ രണ്ടുപേരും വേണമെങ്കിൽ അപ്പുറത്ത് പോയി കളിക്കുമ്പോ. അയ്യോ അമ്മ ഇല്ലമ്മ, പറഞ്ഞേ കേൾക്കുമ്പോ കുഞ്ഞുണ്ണിയെ ഞങ്ങൾ നോക്കിക്കോളാം. അമ്മ അപ്പുറത്ത് പോയി കളിക്കിപ്പോ. എന്ത്? ഞാൻ അപ്പുറത്ത് പോയി കളിക്കാനോ? നിനക്കെന്ത് തലയ്ക്ക് വട്ടായോ? ഒന്ന് മാറി ചുക്കി, ഞാൻ കുട്ടീനെ നോക്കട്ടെ. അയ്യോ അമ്മ വേണ്ട. ആ, എന്റെ ദൈവമേ, രണ്ടുപേരും കൂടെ പച്ചക്കുട്ടീനെ എന്താ കാണിച്ചു വെച്ചിരിക്കണേ? അയ്യോ അമ്മ ഞാനൊന്നും ചെയ്തിട്ടില്ലമ്മ. ഈ ആദികുട്ടിയാണമ്മ ഇവന്റെ മുഖത്തിലേക്ക് ലിപ്സ്റ്റിക് തേച്ചത്. എടി ചുക്കി, അവള് ചെറിയ കുട്ടി, അവൾക്ക് എന്തറിയും? അവള് ലിപ്സ്റ്റിക് തേക്കുന്ന വരെ നീ എന്ത് നോക്കിയിരുന്നതാണോ? അയ്യോ ഇല്ലമ്മ, ഞാൻ തേക്കണ്ടെന്ന് പറഞ്ഞതമ്മ, കുറച്ച് തേക്കാൻ പറഞ്ഞതാ. പക്ഷെ അവളാണ് മൊത്തം പെയിന്റ് അടിച്ചത്. ഓ, അപ്പൊ നീ കുറച്ച് തേക്കാൻ പറഞ്ഞൂല്ലേ? അതുകൊണ്ടാണ് അവള് തേച്ചിരിക്കണേ. അപ്പൊ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ തന്നെ പറയണം. അമ്മേ ഞാനൊന്നും ചെയ്തിട്ടില്ല. അയ്യോ അമ്മേ ഞാനൊന്നും ചെയ്തിട്ടില്ലമ്മേ, എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയില്ലേ? പാവ ആവിക്കുട്ടി, അവള് ചെറിയ കുട്ടിയാണ്. പച്ചക്കുട്ടീന്റെ മുഖത്ത് ഇങ്ങനെ കൺമഷിയും ലിപ്സ്റ്റിക്കും വെച്ച് തേക്കുന്ന വരെ നീ നോക്കിയിരുന്നിരിക്കണോ? നിന്നെ നിക്ക്, ഞാൻ നല്ല ചട്ടകം കൊണ്ടുവന്ന് ജണ്ട് വച്ച് തരാൻ നിക്ക്. അയ്യോ ചട്ടകോ? അമ്മ വേണ്ടമ്മ. ഇല്ല ഇല്ല, നിന്നെ അങ്ങനെ വിട്ടാ ശരിയാവില്ല. നിക്ക്, ഞാൻ വരാം. അയ്യോ അമ്മ ഇപ്പൊ ചട്ടകം കൊണ്ടുവന്ന് എന്നെ തല്ലുമല്ലോ, ഞാൻ എന്ത് ചെയ്യും? എന്നാലും എന്റെ ഉണ്ണിക്കുട്ടി ലിപ്സ്റ്റിക് ഇട്ടപ്പോ നല്ല ചന്തമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. റിയ കുട്ടി നിങ്ങൾ